മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും MSFനെയും നെഞ്ചേറ്റി സോഷ്യൽ മീഡിയയിൽ വൈറലായ കുഞ്ഞുമോൾ അസ്ലഹബിയക്ക് ന്യൂസ് 26ന്റെ സ്നേഹോപഹാരം. ചാനൽ പ്രതിനിധികളായ ബഷീർ അഹമ്മദ് ബുർഹാനി, M ഹസൈനാർ, ആസിഫ് ബാഫി, റിയാസ് ടി അലി എന്നിവരാണ് ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിലുള്ള വീട്ടിലെത്തി അസ്ലഹബിയക്ക് സ്നേഹോപഹാരം കൈമാറിയത്. അസ്ലഹബിയ പഠിക്കുന്ന സ്കൂളിന്റെ പരിസരത്ത് ചെളിയിൽ വീണ് കിടന്നിരുന്ന MSF പതാക സ്നേഹത്തോടെ കയ്യിലെടുത്ത് അതിലെ ചെളി കളഞ്ഞ വിദ്യാലയത്തിനടുത്ത മതിലിൽ പ്രദർശിപ്പിക്കുന്ന വീഡിയോയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അടക്കമുള്ള പല നേതാക്കളും ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ അസ്ലഹബിയ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് അനൗൺസ്മെന്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നമ്മളിൽ ഒരാളായ സാലിഹ ഷൗക്കത്തിന് കോണി അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി സാലിഹ താത്താനെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മോള് ഇങ്ങനെ എടുത്തേക്കണൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. അത് മോള് ചെയ്ത് നല്ലൊരു പ്രവൃത്തിയായിരുന്നു. ഞങ്ങളും ഇതൊക്കെ ഈ കൊടിയൊക്കെ പിടിച്ച് വളർന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതറിയാമെന്ന് പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ കുറേ വലിയൊരു സംഭവമാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് അതൊരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാലും എനിക്ക് മുസ്ലിം ലീഗ് നല്ല ഇഷ്ടമാണ്. പിന്നെ കുറേ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ ആംബുലൻസ് സർവീസ്, CH സെൻറ്റർ, ബൈത്തുർ റഹ്മാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കണം മുസ്ലിം ലീഗിന് എനിക്ക് നല്ല ഇഷ്ടം. നമ്മുടെ മക്കളുടെ ഇടയിൽ ഏറ്റവും മാതൃകായോഗ്യമായ ഒരു പ്രവൃത്തി കൊണ്ട് വൈറലായ ഈ മോളെ കാണാൻ വേണ്ടി ഞങ്ങൾ എത്തിയത് അതിന്ന് ഏറ്റവും നല്ലൊരു സന്ദേശം വിദ്യാർത്ഥികൾക്ക്, വരും തലമുറകൾക്ക് നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രത്യേകിച്ച് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ, ഹരിത രാഷ്ട്രീയത്തിൻ്റെ മേഖലകളിൽ ഒരു കാലത്ത് കാച്ചിത്തുണി കൊടുത്ത ആളുകളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഈ പച്ചക്കൊടി പിടിക്കാൻ ആളുണ്ടാകില്ല എന്ന ആക്ഷേപം കേട്ടിരുന്ന ഒരു സമൂഹം, അവരുടെ ചെറിയ തലമുറ, ചെറിയ മക്കൾ പോലും ആ പതാകയെ, ആ ആശയത്തെ എത്രമാത്രം നെഞ്ചേറ്റുന്നു എന്നുള്ളതാണ് അസ്ലഹബിയയുടെ ഈ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അസ്ലഹബിയ ആ കൊടി ചെളിയിൽ നിന്നെടുത്ത് വൃത്തിയാക്കി അതിനെ കൊണ്ടുപോയി വെക്കുന്ന ആ വൈറലായിട്ടുള്ള രംഗം, അത് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയത് റിയാസ് ടി അലിയുടെ വരയ്ക്കുകൂടൊപ്പമായിരുന്നു. ആ വര, അതേ ചിത്രം അസ്ലഹബിയക്ക് സമ്മാനമായി നൽകുന്നതിനും കൂടി വേണ്ടിയാണ് ഞങ്ങളവിടെ എത്തിയത്. ആ സമയത്ത് വരയ്ക്ക് സമ്മാനമായി തിരിച്ച് റിയാസ് ടി അലിക്കും ആ മോള് നൽകിയ സമ്മാനം ന്യൂസ് 26നുള്ള അംഗീകാരം കൂടിയായിരുന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഹരിത പതാക അവരുടെ ഉമ്മറത്ത് ഇറയത്ത് പാറുന്നതാണ്. മാത്രമല്ല, ആ കുട്ടിയുടെ ഉപ്പ ഷറഫുദ്ദീൻ സാഹിബ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ട്രഷററും എല്ലാം ഞാൻ തന്നെയാണെന്നാണ്. ഒരു വേള ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഞാനല്ല, പക്ഷെ അങ്ങനെ ആ ഉത്തരവാദിത്വത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനെന്നാണ്. അതായത് ഒരു സ്ഥാനമാനങ്ങളും ഇല്ലെങ്കിലും എല്ലാ സ്ഥാനമാനങ്ങളും ഉള്ളവർ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വം അതുപോലെ നിർവഹിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള, ഇത്തരത്തിലുള്ള നിഷ്കപടരായ, ആത്മാർത്ഥതയുള്ള അനേകായിരങ്ങളുടെ വിയർപ്പിൻ്റെയും ആത്മാർത്ഥതയുടെയും ഫലമാണ് ഈ മുസ്ലിം ലീഗ് പാർട്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വിജയങ്ങളുടെ രഹസ്യമെന്നതിൽ സംശയമില്ല. അസ്ലഹബിയമാർ വരും തലമുറയിലെ കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ്. പ്രത്യേകിച്ചും ഒരു വിഭാഗമൊക്കെ അരാഷ്ട്രീയ വാദങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കി പാർട്ടിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് പോലും ഈ വലിയ ആവേശമുണ്ടാകുന്നത് കാണുമ്പോൾ അത് തീർച്ചയായും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതിന് വേണ്ടി ആളുകളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ന്യൂസ് 26 ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് എല്ലാവർക്കും പ്രചോദനമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് അവർ വെറും കേവലം ആവേശ രാഷ്ട്രീയത്തിനപ്പുറം ആദർശങ്ങളിൽ ആവേശിതരായിക്കൊണ്ടുള്ള രാഷ്ട്രീയ ചിന്താഗതികൾ കുട്ടികൾക്കുണ്ടാകുന്നത് തീർച്ചയായും ജനാധിപത്യ മതേതര രാജ്യത്ത് നമ്മുടെ തലമുറകൾ ഈ നന്മകളിൽ ഊന്നിയിട്ടുള്ള പ്രയാണങ്ങളിൽ
ഒരുപാട് മുന്നോട്ടുണ്ടാകുമെന്നതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടെയാണ്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് ന്യൂസ് 26 ആഗ്രഹിക്കുന്നു. ക്യാമ്പസുകളിലും മറ്റും അരാഷ്ട്രീയവാദവും അരാജകത്വവും കുത്തിവെക്കപ്പെടുന്ന കാലത്ത് ഹരിത രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് കുഞ്ഞുമക്കളിൽ നിന്ന് തന്നെ പ്രകടമാകുന്നത് വലിയ നന്മയെ അടയാളപ്പെടുത്തുന്നു.